എമ്പുരാന്റെ വിവാദത്തിന് പിന്നാലെ ഇപ്പോൾ മകനെ രക്ഷിക്കാനായി അമ്മ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. മകൻ ആരെയും ചതിക്കാൻ അറിയില്ല, അവൻ പാവമാണ് പാവമാണ് പാവമാണ്. സ്വാഭാവികമല്ലേ, ഒരമ്മ എപ്പോഴും മക്കളെ രക്ഷിക്കാനല്ലേ ശ്രമിക്കുകയുള്ളൂ, മക്കളെ കുരുതി കൊടുക്കാൻ ശ്രമിക്കില്ലല്ലോ. ഈ കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞെന്നാണ് ചൊല്ല്. അപ്പോൾ മക്കൾ പക്ഷേ ഈ മകൻ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ അല്ലേ, അതെ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അമ്മ എവിടെയായിരുന്നു? അതെ, ഇത് ആദ്യമേ ഈ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കേണ്ട ഒരു രോഗമായിരുന്നത്. നിരന്തരം ഈ പറഞ്ഞതുപോലെ ഹിന്ദു വിരുദ്ധത, രാഷ്ട്രവിരുദ്ധത, അതുപോലെ നമ്മുടെ പരമോന്നത നീതിപീഠത്തിനെ വെല്ലുവിളിക്കുക, നമ്മുടെ ഭരണഘടനയെ മറയാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയാതെ പറയുക, ഇതൊക്കെ ഈ പ്രവണതകളെ കണ്ടപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വിലക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്രത്തോളം വഷളാവില്ല. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ മകനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മ കാണാതെ പോകുന്ന ചില കാഴ്ചകളുണ്ട്. ലഷ്കർ ഇ തോയ്ബ എന്ന ഭീകര സംഘടന കാശ്മീരിൽ എത്രയോ മനുഷ്യരെ കൊന്ന, അല്ലേ, മതത്തിൻ്റെ പേരിൽ കാശ്മീരിന് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ട് നമ്മുടെ സൈനികരെ ഉറക്കമൊഴിഞ്ഞ് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ അതിർത്തികൾ കാക്കുന്ന നമ്മുടെ സൈനികരെ, ധീരന്മാരായ സൈനികരെ കൊലപ്പെടുത്തിയ, അവരെ ഒളിച്ചിരുന്ന് ആക്രമിച്ച് വകവരുത്തിയ ഈ ഒരു കൂട്ടം, ഈ ഭീകര സംഘടന, അതിനെ ന്യായീകരിക്കുക, അതിൽ പോയി പരിശീലനം കിട്ടിയ ആളാണ് നായകൻ, ഈ സിനിമയിലെ നായകനെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞു വെക്കുക. ഈ സിനിമ നിരോധിക്കേണ്ടതാണ്. എന്തിനാണ് ഇതിന് പ്രദർശനാനുമതി കൊടുത്തത്? എനിക്ക് അവിടെയാണ് ഇതിനെക്കുറിച്ച് ഇതെന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്? നമ്മുടെ ഒരു രാഷ്ട്രത്തിന് നമ്മുടെ സ്വാതന്ത്ര്യം, എൻ്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ മൂക്കിൻ തുമ്പ് വരെയാണ് എന്നൊരു ചൊല്ലുണ്ട്. അത് ഇംഗ്ലീഷിലുള്ളൊരു ചൊല്ലാണ്. ഞാൻ പറയുന്നത് അത് സത്യമല്ലേ? നിങ്ങളെ കയറി ചൊറിയാൻ, നിങ്ങളെ ആക്രമിക്കാൻ എനിക്ക് ആരാണ് സ്വാതന്ത്ര്യം തന്നത്? നമ്മുടെ രാഷ്ട്രത്തിന് അതിൻ്റേതായ ഒരു കെട്ടുറപ്പുണ്ട്. നമ്മളൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്. ഇപ്പം മല്ലിക സുകുമാരൻ പറയുന്നത് പൃഥ്വിരാജിന് പണം വേണ്ട, പദവി വേണ്ട, ഒന്നും വേണ്ട, ഞാൻ എൻ്റെ മകനെ ചതിക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്നാണ്. അത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരണമല്ലോ, ഇതിൽ നിന്ന് ഊരിക്കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. അതൊക്കെ അമ്മയുടെ വേദനയും വിഷമവും നമുക്ക് മനസ്സിലാവും. അവർ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, പൃഥ്വിരാജ് ഒറ്റയ്ക്കല്ല. പൃഥ്വിരാജ് ഒറ്റയ്ക്കാണിത് ചെയ്തതെങ്കിൽ ശരി, നമുക്ക് പൃഥ്വിരാജിനെ മാത്രം കുറ്റപ്പെടുത്താമായിരുന്നു. പക്ഷേ ഇത് സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടുത്തരവാദിത്വമുള്ളൊരു വ്യവസായമാണ്, അല്ലേ? ഒരു കലാസൃഷ്ടി. ആ സിനിമ പുറത്തിറങ്ങണമെങ്കിൽ ആരെല്ലാം അതിനകത്ത് പ്രയത്നിക്കണം. നടന്മാർ വേണം, സംവിധായകൻ വേണം, ടെക്നീഷ്യൻസ് വേണം, അല്ലേ? അപ്പോൾ ഈ ചിത്രീകരിക്കുമ്പോൾ ഇതൊന്നും ഇവരാരും അറിഞ്ഞില്ലേ? ഇതിൻ്റെ നിർമ്മാതാവ് അറിഞ്ഞില്ലേ? ഈ നായകനും ഉപനായകനും വില്ലനും ഒക്കെ ആയിട്ട് അഭിനയിച്ച ആൾക്കാരും അറിഞ്ഞില്ലേ ഇതിങ്ങനെയാണെന്ന്? ഇതിൻ്റെ തിരക്കഥ എഴുതി എന്ന് പറയുന്ന ആൾ ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. അദ്ദേഹത്തിന് പറയാമല്ലോ എൻ്റെ തിരക്കഥ തിരുത്തിയതാണെന്ന് പറയാമല്ലോ. പൃഥ്വിരാജ് അക്കാര്യം കുറെ കൂടെ മാന്യമായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ ആദ്യമേ പറഞ്ഞു, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ 6 മാസം എടുത്ത് തിരക്കഥ തിരുത്തി എന്ന് അയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അത്രയും മാന്യത അതിവരെല്ലാവരും കാണിക്കേണ്ടതാണ്. അക്കാര്യം പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക പറയുന്നത് ശരിയാണ്. പൃഥ്വിരാജിനെ ഒറ്റയ്ക്ക്, അതോടൊപ്പം തന്നെ മറ്റൊരു സിനാരിയോ ഉണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. ഈ തിരക്കഥ മോഹൻലാൽ വായിച്ചിട്ടില്ല, ആന്റണി പെരുമ്പാവൂർ വായിച്ചിട്ടില്ല, ഈ സിനിമയെക്കുറിച്ചുള്ള പല വിവരങ്ങളും തനിക്കറിയില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾക്കും അതിനെതിരെയും മല്ലിക കൃത്യമായി തന്നെ മറുപടി നൽകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എല്ലാം കൃത്യമായി മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരും അറിയാമെന്നും പറയുന്നു. തീർച്ചയായിട്ടും അത് മല്ലിക പറയുന്നത് ശരി തന്നെയാണ്. കാരണം മോഹൻലാലിൻ്റെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് വ്യക്തമാക്കുന്നുണ്ടല്ലോ. ഇത് കൂട്ടുത്തരവാദിത്വമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും തെറ്റുപറ്റി കൂടെ നിൽക്കുന്ന ഒരു മേജർ രവി പറയുന്നത്. മേജർ രവി പറഞ്ഞതാണ്. മേജർ രവിക്ക് മറ്റു പല ഉദ്ദേശങ്ങളും കാണും അക്കാര്യത്തിൽ, അത് നമുക്കറിയില്ല. എന്തായാലും മേജർ രവിയുടെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ മോഹൻലാൽ പറഞ്ഞത് കൂട്ടുത്തരവാദിത്വമുണ്ട്, ഞങ്ങൾക്ക് തെറ്റുപറ്റി, അത് വളരെ ശരിയാണ്. അത് തുറന്ന് സമ്മതിക്കാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം. അവിടെ അതിനെ മെഴുകാൻ വരരുത്, ന്യായീകരിച്ച് മെഴുകാൻ മേജർ രവിയെ പോലെയുള്ളവർ ദയവ് ചെയ്ത് വരരുത്. കാരണം അങ്ങ് യൂണിഫോം ഇട്ട ഒരു സൈനികനാണ്, ഒരു ഉന്നത പദവിയിലിരുന്ന ഒരു സൈനിക ഉന്നത ഉദ്യോഗസ്ഥനാണ്. ദയവ് ചെയ്ത് അങ്ങ് താൽക്കാലിക ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിനെ ന്യായീകരിച്ച് മെഴുകാൻ വരരുത്. മോഹൻലാൽ അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തൊക്കെ തന്നെ ആയിരിക്കും, അതൊന്നും നമുക്ക് വിരോധമുള്ള കാര്യമല്ല. പക്ഷേ തെറ്റ് ഇതിനകത്ത് സംഭവിച്ചു പോയി.
ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് മോഹൻലാൽ പറഞ്ഞ സ്ഥിതിക്ക് ഈ ന്യായീകരണത്തിന് ഇനി യാതൊരു വിലയുമില്ല. മല്ലിക പറഞ്ഞത് ശരിയാണ്. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത് ഭൂഷണമല്ല. ഈ പറഞ്ഞതുപോലെ ഈ സിനിമയിൽ അതാണ് എന്റെ തുടക്കമുള്ള ചോദ്യം. ഈ അവസാന ഘട്ടം ഇങ്ങനെയല്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവർ ഇതെല്ലാം കണ്ടിട്ടില്ലേ? ഇതിനു മുൻപ് വാര്യംകുന്നനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടാകുന്നു, ഗാസയുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടാകുന്നു, ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടാകുന്നു, ജനഗണമന സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടാകുന്നു. അങ്ങനെ നിരന്തരം ഉണ്ടാകുമ്പോൾ ഈ അമ്മയ്ക്ക് വിളിച്ചു പറഞ്ഞുകൂടെ? മകനെ നിയന്ത്രിക്കാം, മകനെ തിരുത്താമായിരുന്നു. അത് അമ്മ ചെയ്തില്ല. ഇപ്പോൾ വലിയ വലിയ തിരിച്ചടി കിട്ടുമ്പോഴാണോ ഇതൊക്കെ പറയുന്നത്? മക്കൾ പൊതുവെ പറയാറുണ്ട് ചെറിയ തെറ്റിക്കാൻ അറിയില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ ശാസിച്ച് തട്ടി വിലക്കി മക്കളെ നേർവഴിക്ക് കൊണ്ടുവരാൻ അച്ഛനമ്മമാർ ശ്രമിക്കാറുണ്ട്. അത് ഇവിടെയും ബാധകമാണ്. ഈ സിനിമാ വ്യവസായം ഒരു വലിയ വ്യവസായമാണ്. സിനിമ വലിയ സന്ദേശം നൽകുന്ന ഒരു കലാസൃഷ്ടിയാണ്, ഒക്കെയാണ്. സിനിമയിൽ നിന്ന് നമ്മൾ പലതും പഠിക്കാറുണ്ട്. സിനിമ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. സിനിമ നമ്മളെ സ്വാധീനിക്കില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. തീർച്ചയായിട്ടും സിനിമ നമ്മളെ പലതും ചെയ്യാൻ പ്രേരിപ്പിക്കും. അത് നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്നത് പോലെ ഇപ്പോൾ ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ വാര്യംകുന്നൻ്റെ വിഷയം വന്നു. അത് ഞാൻ പറയുന്നത് അതൊക്കെ നന്നായി പഠിച്ച് രണ്ട് വശങ്ങളും പരിശോധിച്ച് ഏറ്റവും സത്യസന്ധമായിട്ട് ആ സിനിമ എടുത്താൽ അത് ജനം സ്വീകരിക്കും. അത് നമ്മൾ ഒരു ചരിത്ര സിനിമയെയും പിന്തള്ളിയിട്ടില്ല. നോക്കൂ, വടക്കൻ വീരഗാഥയിൽ ചന്തു ചതിയനല്ല എന്ന് MT വാസുദേവൻ നായർ പറഞ്ഞപ്പോൾ മലയാളി അത് സ്വീകരിച്ചു. അത് സ്വീകരിച്ച് അതിന്മേൽ ഇന്നും ചർച്ച നടക്കുന്നുണ്ട്. ഒരു വിഭാഗം അങ്ങനെയല്ല, ചന്തു ചതിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്, അങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതൊക്കെ ചരിത്രപരമായ അന്വേഷണങ്ങൾക്ക് വിട്ടുകൊടുക്കാം, അതവിടെ നടക്കട്ടെ. പക്ഷേ അതിനകത്ത് ആരെയും അങ്ങനെ മോശമായി വളരെ വികൃതമായി ഈ പറയുന്ന തരത്തിലുള്ള ഒരു ചിത്രീകരണമൊന്നും അങ്ങനത്തെ സിനിമകളിലൊന്നും വന്നിട്ടില്ല. ഇതിപ്പോൾ എന്തുകൊണ്ടാണ്? തുടർച്ചയായിട്ട് രാഷ്ട്രവിരുദ്ധത, ഹിന്ദുവിരുദ്ധത, ഈ പറയുന്നത് പോലെ നമ്മുടെ ഭരണകൂട വിരുദ്ധത, നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത തകർക്കുന്ന നിലപാടുകൾ, ഇതൊക്കെ കടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഏറ്റവും അനുയോജ്യ അമ്മയേക്കാൾ നല്ലത് ഭാര്യയാണ്, സുപ്രിയയായിരുന്നു. തീർച്ചയായിട്ടും. അല്ല, പ്രവർത്തിച്ച് പരിചയമുണ്ടല്ലോ, BBC ഒക്കെ സഹകരിച്ചിരുന്ന ആളല്ലേ. അപ്പോൾ അവർക്കും പറയാൻ, മാത്രമല്ല ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിലും മറ്റും പങ്കാളിയും സഹകാരിയും ഒക്കെയാണ്. അപ്പോൾ അവർക്കും പ്രതികരിക്കാനുള്ള ധാർമ്മികമായ ബാധ്യതയുണ്ട്. മല്ലിക സുകുമാരനേക്കാൾ നന്നായിട്ട് ഈ കാര്യം പറയേണ്ടത് അവർ തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഇപ്പോൾ മല്ലിക സുകുമാരൻ പറയുന്നത് ഞാൻ എൻ്റെ മക്കളെ നല്ല വഴിക്കാണ് വളർത്തിയത്, ശരിയായിരിക്കാം, അതിലാരും എതിര് പറയുന്നില്ല. പക്ഷേ ഈ ഒരു കലാസൃഷ്ടി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പ്രതിച്ഛായ പൃഥ്വിരാജിനെ സംബന്ധിച്ചും മോഹൻലാലിനെ സംബന്ധിച്ചും ആൻ്റണി പെരുമ്പാവൂർ തുടങ്ങിയ ആ സിനിമയുമായി സഹകരിച്ച മുഴുവൻ ആൾക്കാർക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു വൈകാരികമായ പ്രകടനം വെറും വൈകാരിക പ്രകടനമായിട്ട് കാണരുത്. അതിനപ്പുറത്ത് അതിന് ചില അർത്ഥങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്താനുള്ള ഗൂഢാലോചനയൊക്കെ ഉണ്ടായി. മല്ലികയുടെ പരാതിയും അതാണ്. ഈ പല സിനിമാ സംഘടനകളുണ്ട്, പല സംഘടനകളുണ്ട്, ആരും പൃഥ്വിരാജിനെ പിന്തുണയ്ക്കുന്നില്ല, എങ്ങനെ പിന്തുണയ്ക്കും? പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും, മോഹൻലാൽ പോലും എത്ര കടുത്ത എതിർപ്പാണ് നേരിടുന്നത് നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ മനസ്സിലാവും. ഇന്നലെ വരെ മോഹൻലാലിനെ തലയിലേറ്റി നെഞ്ചേറ്റി ആരാധിച്ചിരുന്നവർ ഇന്ന് വലിച്ച് നിലത്തിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പറഞ്ഞതുപോലെ സൂര്യകിരീടം വീണുടഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയിൽ മോഹൻലാൽ പോലും എത്തപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നിൽ പിന്നെ പൃഥ്വിരാജ് വല്ലതും ആണോ? ഇവരെ ആലോചിക്കേണ്ടത് ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ആലോചിക്കണ്ടേ? ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ എന്താ ചെയ്യുക? തെറ്റുപറ്റിപ്പോയി. ഇനി ചെയ്യേണ്ടത് മര്യാദയ്ക്ക് ആ ചിത്രം പിൻവലിക്കുക. അല്ല, ഇതിൻ്റെ തുടക്കം മോഹൻലാലിൻ്റെ തലയിലായിരുന്നു. ഇതിന് പിന്നിൽ മുഴുവൻ മോഹൻലാലാണ്. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു ഞാൻ തിരക്കഥ, മോഹൻലാലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറഞ്ഞ് ഞാൻ തിരക്കഥ വായിച്ചിട്ടില്ല, എല്ലാം പൃഥ്വിരാജാണ്. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് പൃഥ്വിരാജിനും പങ്കില്ല, എല്ലാം മുരളി ഗോപി. അല്ല, അത് പരസ്പരം പഴിചാരി ഇവരെല്ലാവരും എങ്ങനെയെങ്കിലും തടി ഊരണമല്ലോ. തടി ഊരാൻ വേണ്ടി കുറ്റം മറ്റൊരാളുടെ തലയ്ക്ക് വെക്കും. പക്ഷേ ഇപ്പൊ അവസാന ഘട്ടത്തിലെല്ലാം മുരളി ഗോപിയുടെ തലയ്ക്ക് വരും. മുരളി ഗോപിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നുമില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, മോഹൻലാൽ ഫേസ്ബുക്കിലൂടെയെങ്കിലും പറഞ്ഞു കൂട്ടുത്തരവാദിത്വമുണ്ട്, ഞങ്ങൾക്ക് തെറ്റുപറ്റി. അതൊരു മാന്യമായ പ്രതികരണമാണ്. തീർച്ചയായിട്ടും ആ കുറ്റം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ആ തെറ്റ് ചെയ്തത് ഞങ്ങൾ എല്ലാവർക്കും പങ്കുണ്ട്, ഞങ്ങളത്. അല്ല, ഈ ഇന്നലെ ഏഷ്യാനെറ്റിന് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രതികരണത്തിൽ മല്ലിക ആ കാര്യം കൂടെ
ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ തിരക്കഥ വായിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതെന്താ മോഹൻലാൽ പൊട്ടനാണോ എന്ന ചോദ്യം മല്ലികയും ചോദിക്കുന്നുണ്ട്. അല്ല, അവർ മല്ലിക അതിനകത്ത് പറയുന്നുണ്ട്, മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചും പറയുന്നുണ്ട്. മോഹൻലാൽ അങ്ങനെ പറഞ്ഞില്ലല്ലോ, പൃഥ്വിരാജ് മാത്രമാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞില്ലല്ലോ എന്നവർ ചോദിക്കുന്നുണ്ട് ചാനൽ ചർച്ചയിൽ. അല്ല, അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് മോഹൻലാലിന് ധാരണയുണ്ട്. അതെ, തിരക്കഥ വായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. തിരക്കഥ വായിക്കാതെ, മോഹൻലാലിന്റെ PA അത് വായിക്കാതെ ഒരു കാരണവശാലും ഒരു സിനിമയിൽ അദ്ദേഹം അഭിനയിക്കാൻ കരാർ ഒപ്പിടില്ല. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഏതൊരു നടനും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. ഇത് പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഒന്നും അല്ലല്ലോ. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു രംഗത്ത് മാത്രം വരുന്നു, അതിൽ അഭിനയിക്കുന്നു, പോകുന്നു. അയാൾക്കൊരു അവസരം അവർ കൊടുക്കുകയാണ്. അത് ആ ജൂനിയർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് തിരക്കഥ മുഴുവനും വായിക്കേണ്ട കാര്യമൊന്നുമില്ല. തൻ്റെ റോൾ എന്താണ്, തനിക്ക് സംഭാഷണം ഉണ്ടെങ്കിൽ ആ സംഭാഷണം എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. പക്ഷെ മോഹൻലാൽ അങ്ങനെയല്ല. A to Z ആ സിനിമയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം. ആ തിരക്കഥ സമ്പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയാൽ മാത്രമേ ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണല്ലോ അഭിനയിക്കേണ്ട. കഥാപാത്രത്തെ വേണമല്ലോ ഉൾക്കൊണ്ട് അഭിനയിക്കേണ്ടത്. അപ്പം കഥാപാത്രത്തിൻ്റെ പൂർണ്ണമായൊരു സ്വരൂപം തന്നിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ തിരക്കഥ പൂർണ്ണമായിട്ടും വായിച്ചിരിക്കണം. അങ്ങനെ വായിക്കാതെ ഒരു നായക നടൻ ഒരിക്കലും ഒരു സിനിമയിലും അഭിനയിക്കില്ല. അത് തെറ്റാണ്. അങ്ങനെ പറയുന്നത് ആരെയൊക്കെയോ രക്ഷിക്കാനും വെള്ളപൂശാനും വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ്, കുതന്ത്രങ്ങളാണ്. അതൊന്നും ഇവിടെ വില പോവില്ല. കാരണം അതിശക്തമായിട്ട് ഇന്നും ഈ സിനിമ പുറത്ത് വന്ന് ഏതാണ്ട് 48-72 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. 3 ദിവസം 4 ദിവസം ആകുന്നു സിനിമ പുറത്ത് വന്നിട്ട്. ഇപ്പോഴും ഇതിനെതിരെ ശക്തമായ എതിർപ്പാണ് നിലനിൽക്കുന്നത്. ഈ ദൃശ്യങ്ങൾ വെട്ടി മാറ്റി ഞങ്ങൾ അതൊക്കെ എഡിറ്റ് ചെയ്തു, റീസെൻസറിങ് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അതിശക്തമായ രീതിയിൽ ഇവിടുത്തെ ഈ പറയുന്ന ഈ രാഷ്ട്രവിരുദ്ധത, ഹിന്ദു വിരുദ്ധത, ഭരണകൂട വിരുദ്ധത ഒക്കെ, അതുപോലെ ഈ ഭീകര സംഘടനകളെ വെള്ളപൂശുന്ന, ഭീകര സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ നായകന്മാരാകുന്ന ഈ പ്രവണത അത് വേണ്ട ഇനി എന്ന് മലയാളി സമൂഹം കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലത്.